വചനം 16 വാക്കർത്ഥം. വഅല്ലവിസ്തഖാമു, അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും. അലത്തൊരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി. ലഅസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും. മാഅൻ, വെള്ളം. ഗദഖ, ധാരാളം. وَأَن لَّوِ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُم مَّاءً غَدَقًا. ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17 വാക്കർത്ഥം. ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമൻ യുഅ്രിദ്, ആർ തിരിഞ്ഞുകളയുന്നുവോ. അൻ ദിക്രി, ഉത്ബോധനം വിട്ട്, സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. യസ്ലുക്ഹു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അദാബൻ, ശിക്ഷയിൽ. സ്വഅദ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ. لِنَفْتِنَهُمْ فِيهِ وَمَن يُعْرِضْ عَن ذِكْرِ رَبِّهِ يَسْلُكْهُ عَذَابًا صَعَدًا. അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16, 17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തഖാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15-ാം വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16-ാം വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം, അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്ഖൈനാഹും മാഅൻ ഗദഖ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കി കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16-ാം വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. ഒന്ന്, മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അല്ലാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2, അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപ്പര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് 16-ാം വചനം. ജിന്നുകളും ഇൻസുകളും
അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും, അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്ഖൈനാഹും മാ അൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്. കാരണം പിശാച് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്.